സോളാർ പീഡനക്കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും കൊടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. വിഗ് പോലുമില്ലാതെ തിരിച്ചറിയപ്പെടാത്ത വേഷത്തിൽ ഗണേഷ് കുമാർ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ഫെനിയുടെ മൊഴി. ഇതോടെ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലായിരിക്കുകയാണ്. കൊട്ടാരക്കര കോടതിയിലാണ് മൊഴി നൽകിയത്. സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ് ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ വിവരിച്ചത്. 2015 ഏപ്രിലിൽ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും മധ്യേ റോഡരികിൽ വെച്ചായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച. ഗണേശേട്ടന് കാണണം എന്ന PA പ്രദീപ് കുമാറിന്റെ സന്ദേശപ്രകാരം കാത്തുനിന്ന ഫെനിയുടെ അടുത്തേക്ക് ഗണേശ് എത്തിയത് മറ്റൊരു കാറിലാണ്. സാധാരണ പൊതുവേദിയിൽ കാണാറുള്ള വിഗ് ധരിക്കാതെയാണ് ഗണേശ് എത്തിയതെന്ന് ഫെനി പ്രത്യേകം എടുത്തു പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നും പ്രദീപ് കുമാർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്നും ഗണേശ് നേരിട്ട് ആവശ്യപ്പെട്ടതായാണ് മൊഴി. പത്തനംതിട്ട ജയിലിൽ വെച്ച് പരാതിക്കാരി എഴുതിയ കത്തിൽ ആദ്യം 21 പേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ ലൈംഗിക ആരോപണമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം 4 പേജുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നു. ഇനി ഒരിക്കലും ഗണേഷ് കുമാർ മന്ത്രിയാകില്ല, അവർക്ക് പണി കൊടുക്കണം എന്ന് ശരണ്യ മനോജ് പറഞ്ഞതായും ഫെനി വെളിപ്പെടുത്തി. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ ഈ പേജുകൾ എഴുതി ചേർക്കുകയായിരുന്നു. ഗണേഷ് കുമാർ സ്വന്തം ഫോണിൽ നിന്നല്ല, മറിച്ച് ബന്ധുവായ ശരണ്യ മനോജിന്റെയും PA പ്രദീപ് കുമാറിന്റെയും ഫോണിൽ നിന്നാണ് പലതവണ തന്നെ വിളിച്ചതെന്ന് ഫെനി കോടതിയെ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ 25 പേജുള്ള കത്തിന്റെ കൈപ്പടയും ഒപ്പും ഫെനി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന് തെളിയിക്കുന്നതാണ് ഈ നിർണായക മൊഴികൾ. അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിൽ ഗണേഷ് കുമാർ 2ാം പ്രതിയാണ്. കോടതി നേരത്തെ തന്നെ ഗണേഷിന് സമൻസ് അയച്ചിരുന്നു. ഫെനിയുടെ ഈ മൊഴിയോടെ ഗണേഷ് കുമാറിനെതിരെ വഞ്ചനാകുറ്റം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം നടപടി കടുക്കാനാണ് സാധ്യത. നിലവിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഗണേഷ് കുമാറിന് ഈ കേസ് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ UDF ക്യാമ്പും കടുത്ത പ്രതിഷേധത്തിലാണ്.